ഹലോ ഫ്രണ്ട്സ്, കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ IT ഇൻഫ്രാസ്ട്രക്ചർ പരിശീലനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് യുണിക്സ് ആൻഡ് കമ്പാറ്റബിൾ എന്ന ഒരു പൊതു ഹെഡിങ്ങിൻ്റെ കീഴിൽ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പലർക്കും പരിചിതമായ വാക്കുകളിലൊന്നാണ് യുണിക്സ്, അതുപോലെ തന്നെ ലിനക്സും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ ഏതാണ് തുടങ്ങി ഇഷ്ടംപോലെ ചർച്ചകൾ പലപ്പോഴും വരാറുണ്ട്. അതിനെല്ലാം ഒരു മറുപടിയും ലിനക്സ് പോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെക്കുറിച്ചുള്ള ഒരു പൊതു ചർച്ചയുമാണ് ഈ ഒരു വീഡിയോ ട്രെയിനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ ഇൻസ്റ്റലേഷൻ, കോൺഫിഗറേഷൻ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തായാലും യുണിക്സ് എന്ന വാക്കിൽ നിന്ന് തുടങ്ങാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ വന്ന ക്രമത്തിലുള്ള ചർച്ചയാണ് നടത്തുന്നതെങ്കിൽ ഏറ്റവും ആദ്യം ചർച്ച ചെയ്ത് തുടങ്ങേണ്ടിയിരുന്ന പ്രൊഡക്റ്റുകളിലൊന്ന് യുണിക്സ് എന്ന വാക്കായിരുന്നു. ഒറിജിനലി യുണിക്സ് എന്ന ആശയം വരുന്നത് മൾട്ടിക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നാണ്. AT&T, ബെൽ ലാബറട്ടറീസും മറ്റു പല കമ്പ്യൂട്ടിംഗ് കമ്പനികളും സഹകരിച്ച് നടത്തിയ ഒരു കമ്പ്യൂട്ടിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോജക്റ്റായിരുന്നു മൾട്ടിപ്ലക്സ്ഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം അഥവാ മൾട്ടിക്സ് എന്നറിയപ്പെട്ട ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വളരെ കോംപ്ലിക്കേറ്റഡായ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എൻവയറമെൻ്റ് ആയിരുന്നു മൾട്ടിക്സ്. 1960കളുടെ തുടക്കത്തിലാണ് മൾട്ടിക്സിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. മൾട്ടിക്സിൻ്റെ കോംപ്ലക്സിറ്റി കൊണ്ടും മറ്റ് പോർട്ടബിലിറ്റി ഇഷ്യൂസ് ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും AT&T എന്ന കമ്പനി ഈ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറി. AT&T ഈ പ്രോജക്റ്റിൽ നിന്നും പിന്മാറിയെങ്കിലും AT&T ബെൽ ലാബറട്ടറീസിലെ ഒരു പ്രമുഖ സയൻറ്റിസ്റ്റായ കെൻ തോംസൺ എന്ന വ്യക്തി ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു അനുകരണമായ ഒരു ഉൽപ്പന്നം സ്വയം വികസിപ്പിച്ചെടുത്തു. അതിന് കെൻ തോംസണ് പല ന്യായീകരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യങ്ങളിലൊന്ന്, കെൻ തോംസൺ ആ സമയത്ത് വികസിപ്പിച്ചുകൊണ്ടിരുന്ന സ്പേസ് ട്രാവൽ എന്ന ഒരു ഗെയിമിംഗ് എൻവയറമെൻറ്റ് പൂർണ്ണമായും മൾട്ടിക്സ് അധിഷ്ഠിതമായിരുന്നു. അപ്പോൾ മൾട്ടിക്സിൽ നിന്ന് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് പെട്ടെന്ന് മാറുക എന്ന് വെച്ചാൽ ഇതുവരെ ചെയ്തു വന്ന സ്പേസ് ട്രാവലിൻ്റെ സോഴ്സ് കോഡുകൾ മുഴുവൻ മാറ്റി എഴുതുക, ആ പ്രോജക്റ്റ് ഒന്നുകൂടെ തുടങ്ങുക എന്നൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ കെൻ തോംസൺ മൾട്ടിക്സിൻ്റെ ഒരു ലൈറ്റ് വെർഷനായിട്ട് യുണിക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. കെൻ തോംസൺ ഒറ്റയ്ക്കല്ല ഈ പ്രോജക്റ്റ് ചെയ്തത്. പുള്ളി അതിൽ സഹായിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് വ്യക്തികളിലൊന്ന് ഡെന്നിസ് റിച്ചി എന്ന ആളാണ്. കമ്പ്യൂട്ടിംഗ് എൻവയറമെൻറ്റിൽ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കുന്ന പലർക്കും ഡെന്നിസ് റിച്ചിയെ പരിചയമുണ്ടാവും. ഡെന്നിസ് റിച്ചി കെൻ തോംസന് വേണ്ടി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വികസിപ്പിച്ചെടുത്തു. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പേര് ബി എന്നായിരുന്നു. അതെ, നമുക്ക് ഡെന്നിസ് റിച്ചിയെ പരിചയമുള്ളത് ഈ ബിയുടെ മോഡിഫൈഡ് പതിപ്പിൻ്റെ പേരിലാണ്. ബിയുടെ മോഡിഫൈഡ് പതിപ്പിന് ഡെന്നിസ് റിച്ചി ഇട്ട പേര് സി എന്നാണ്. നമുക്ക് ഡെന്നിസ് റിച്ചിയെ മനസ്സിലായല്ലോ. സി എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പുറകിലുള്ള വ്യക്തിയാണ് ഡെന്നിസ് റിച്ചി. ശരിക്കും സി എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതപ്പെടുന്നത് പോലും യുണിക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വികാസത്തിന് വേണ്ടിയാണ്. കെൻ തോംസണും ഡെന്നിസ് റിച്ചിയും അവർക്കന്ന് വിപണിയിൽ ലഭ്യമായിരുന്ന PDP-7 എന്നൊരു മെഷീന് വേണ്ടിയാണ് ഈ ഡെവലപ്മെൻറ്റ് നടത്തിയത്. 69 കാലഘട്ടത്തിൽ യുണിക്സ് ഒരു ഉൽപ്പന്നമായി പുറത്തിറങ്ങി. ഇനിഷ്യലി അതിൻ്റെ പേര് UNICS എന്നായിരുന്നു, അതായത് യൂണിപ്ലക്സ്ഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടിംഗ് സർവീസ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മൾട്ടിക്സ് എന്ന പേരിൻ്റെ ഒരു പാരഡി നെയിം പോലെയാണ് യുണിക്സ് എന്ന നെയിം ഉപയോഗിക്കപ്പെട്ടത്. കാലക്രമേണ അതിൻ്റെ സ്പെല്ലിങ് UNIX എന്നായി മാറുകയാണുണ്ടായത്. യുണിക്സ് എന്ന ഉൽപ്പന്നം കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രശസ്തമായ ഉൽപ്പന്നമായിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ മാറി. AT&T എന്ന കമ്പനി യുണിക്സ് എന്ന വാക്ക് മാത്രമാണ് ട്രേഡ് മാർക്ക് ചെയ്തത്. അതൊഴിച്ചുള്ള യുണിക്സിൻ്റെ സോഴ്സ് കോഡ് അടക്കമുള്ള കാര്യങ്ങൾ അനുകരിച്ചുകൊണ്ട് മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം AT&T സ്വതന്ത്രമായി മറ്റ് കമ്പനികൾക്ക് നൽകി. അതുകൊണ്ട് തന്നെ യുണിക്സിൻ്റെ പലതരത്തിലുള്ള യുണിക്സ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും യുണിക്സിൻ്റെ കെർണൽ അതുപോലെ അനുകരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വിപണിയിലുണ്ടായി. ഉദാഹരണത്തിന് IBM AIX, സൺ സോളാരിസ്, HP UX പോലുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വന്നു. എങ്കിലും ചില കമ്പനികൾ യുണിക്സിൻ്റെ അവകാശം പൂർണ്ണമായി വാങ്ങിക്കൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. യുണിക്സ് എന്ന AT&T കോപ്പിറൈറ്റ് പിന്നീട് കൈവശപ്പെടുത്തിയത് നോവൽ എന്ന കമ്പനിയാണ്. നോവൽ എന്ന കമ്പനി നോവൽ യുണിക്സ് വെയർ എന്ന ഉൽപ്പന്നവും വിപണിയിലാക്കിയിരുന്നു. നോവലിൻ്റെ പ്രശസ്തമായ നോവൽ നെറ്റ്വെയറിൻ്റെ ആശയങ്ങളെ യുണിക്സ് ആശയങ്ങളുമായി ബ്ലെൻഡ് ചെയ്യുന്നതായിരുന്നു യുണിക്സ് വെയർ എന്ന ഉൽപ്പന്നം. യുണിക്സ് വെയർ വലിയ വിജയമൊന്നും വിപണിയിൽ ഉണ്ടാക്കിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. കുറച്ചു കാലത്തിന് ശേഷം യുണിക്സിൻ്റെ നിയമപരമായ അവകാശങ്ങൾ സാന്താക്രൂസ് ഓപ്പറേഷൻ എന്ന കമ്പനി വാങ്ങിക്കുകയും ചെയ്തു.
എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് യുണിക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുമാണ്. യുണിക്സ് വളരെ സ്റ്റേബിളായ സ്കെയിലബിളായ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ടാണ് അറിയപ്പെട്ടത്. അതായത് നിങ്ങളുടെ ഏറ്റവും ചെറുകിട കമ്പ്യൂട്ടിംഗ് എൻവയറമെൻറ്റുകൾ മുതൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് എൻവയറമെൻറ്റുകൾക്ക് വരെ ഒരേപോലെ യോജിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ടാണ് യുണിക്സ് വിപണിയിൽ അറിയപ്പെട്ടത്. ഇതൊക്കെയാണ് യുണിക്സിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാന ആശയങ്ങൾ. നമുക്ക് കുറച്ചുകൂടെ കേട്ട് പരിചയമുള്ള ഒരു യുണിക്സ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് കടക്കാം. ലിനക്സ് എന്നാണ് അതിൻ്റെ പേര്. ലിനക്സ് എന്നത് പലർക്കും കൺഫ്യൂഷനുള്ള വാക്കുകളിലൊന്നാണ്. എന്താണ് ലിനക്സ് എന്ന് ചോദിച്ചാൽ എളുപ്പം പറയാവുന്നത് അതൊരു യുണിക്സ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്നാണ്. യുണിക്സ് ലൈക്ക് എന്ന് പറയുന്നതും യുണിക്സിൻ്റെ കോഡുകളെ പൂർണ്ണമായി കോപ്പി ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നവും തമ്മിൽ വ്യത്യാസമുണ്ട്. ലിനക്സിൻ്റെ അടിസ്ഥാന ചരിത്രം നമുക്ക് നോക്കാം. ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സ്റ്റോറി അടിസ്ഥാനപരമായി തുടങ്ങുന്നത് മിനിക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നാണ്. 80കളുടെ അവസാനം അല്ലെങ്കിൽ 90കളുടെ തുടക്കത്തിൽ ഫിൻലൻഡുകാരനായ ലിനസ് ടോർവോൾഡ് എന്ന വ്യക്തി മിനിക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നതിന് പകരം സ്വതന്ത്രമായി അതുപോലൊന്ന് വികസിപ്പിക്കുക എന്നൊരാശയം കൊണ്ടുവന്നു. അതിനുവേണ്ടി അദ്ദേഹം പൂർണ്ണമായും മിനിക്സ് പോലെ ഇരിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കാനുള്ളൊരു ശ്രമം തുടങ്ങി. മാത്രമല്ല മിനിക്സ് ആ കാലഘട്ടത്തിൽ ഒരു 16 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിരുന്നു. ഇൻ്റൽ അവരുടെ i386 ഫാമിലി, അതായത് 80386 മൈക്രോ പ്രോസസ്സർ ഇറക്കിയ കാലഘട്ടമാണത്. 32 ബിറ്റ് ആർക്കിടെക്ചറിലേക്ക് മിനിക്സിനെ കൊണ്ടുവരിക എന്നതിനേക്കാൾ എളുപ്പം സ്വതന്ത്രമായൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിക്കുകയാണെന്നൊരു ധാരണയിൽ ലിനസ് ടോർവോൾഡ് എന്ന വ്യക്തി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിൽഡിംഗ് തുടങ്ങി. ബൈ ദ വേ, ഈ മിനിക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയ വ്യക്തിയെ നമുക്ക് പരിചയമുണ്ടാവും. മിനിക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരിലല്ല പുള്ളി അറിയപ്പെടുന്നതെങ്കിലും ആൻഡ്രൂ എസ് ടാനൻബാം എന്ന വ്യക്തിയെ പലപ്പോഴും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അക്കാഡമിക് തലത്തിലുള്ളൊരു പുസ്തകത്തിൻ്റെ പേരിലാണ് നമ്മൾ ഓർത്തിരിക്കുക. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒരു വിഷയമായി പഠിച്ചവർക്ക് ഈ പുസ്തകം ഓർമ്മയുണ്ടാവും. ISO OSA റഫറൻസ് മോഡലിനെ കുറിച്ചൊക്കെ പഠിക്കാനുള്ള ഒരു ഇച്ചിരി മെനക്കെട്ട പുസ്തകമായിട്ട് പലരും ഓർത്തിരിക്കുന്നത് ടാനൻബാമിൻ്റെ ബുക്കിനെ കുറിച്ചാണ്. അപ്പോൾ അതേ ടാനൻബാം ഒരു ബുക്ക് ഓതർ മാത്രമല്ല, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പറും കൂടെയാണെന്ന് അറിയിക്കാൻ വേണ്ടി ഈ പടം കാണിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും മിനിക്സിൽ നിന്ന് സ്വതന്ത്രമായ ഒരു ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്ത ലിനസ് ടോർവോൾഡ് എന്ന ഫിൻലൻഡുകാരൻ ആക്ച്വലി അതൊരു കമ്മ്യൂണിറ്റി പ്രോജക്റ്റാക്കി മാറ്റുകയാണ് ചെയ്തത്. കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിനസ് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ചുള്ള ഒരു പൊതുവിവരം ആ സമയത്ത് പോപ്പുലറായിരുന്ന ഒരു ന്യൂസ് ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്തു. വളരെ പ്രശസ്തമായ ആ പോസ്റ്റാണ് ഈ കാണുന്നത് നിങ്ങൾ. അതായത് മിനിക്സ് ഉപയോഗിക്കുന്ന ആളുകൾ ഈ ഒരു എൻ്റെ ഉൽപ്പന്നം, അതായത് മിനിക്സ് ഉപയോഗിക്കുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ഉൽപ്പന്നത്തെക്കുറിച്ചൊന്ന് വിലയിരുത്തുക, അതിനെക്കുറിച്ച് കുറച്ച് പോസിറ്റീവായും നെഗറ്റീവായും കമൻസ് ഉണ്ടെങ്കിൽ പ്രതികരിക്കുക എന്ന ലെവലിൽ പുള്ളിയിട്ട പോസ്റ്റിന് നല്ലൊരു പ്രതികരണം അന്നൊരു പക്ഷേ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ കിട്ടിത്തുടങ്ങി. അങ്ങനെ വളരെയധികം പേര് ഒരുമിച്ച് ചേർന്ന് ഒരു പ്രോജക്റ്റായിട്ട് ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. ലിനക്സ് എന്നത് ആ സമയത്ത് പൂർണ്ണമായ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കെർണൽ ഫയൽ മാത്രമാണ്. കെർണൽ, ഷെൽ പോലുള്ള വാക്കുകൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. അതനുസരിച്ച് ഇതിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ, കമാൻഡ് ഇൻ്റർഫേസുകൾ, പിന്നീട് ഗ്രാഫിക് ഇൻ്റർഫേസ് അടക്കമുള്ള കാര്യങ്ങൾ മറ്റ് ഡെവലപ്മെൻറ്റുകൾ മുമ്പോട്ട് കിടക്കുന്നു. ലിനക്സ് അന്ന് ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടിസ്ഥാനപരമായി അതിൻ്റെ കെർണൽ ഫയൽസാണ്. മറ്റ് പലരുടെയും എഫർട്ട് കൊണ്ട് ആ ഉൽപ്പന്നം പൂർണ്ണമായൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് മാറുകയാണ് ചെയ്തത്. ഈ കാണുന്ന പേര് ഫ്രീക്സ് എന്ന് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാവുന്ന ഈ കാണുന്ന പേരാണ് ടോർവോൾഡ് എന്ന വ്യക്തി ആദ്യമായിട്ട് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഇടാൻ ഉദ്ദേശിച്ച പേര്. ശരിക്കും പുള്ളിയുടെ മനസ്സിൽ നമ്മളിപ്പോൾ കേൾക്കുന്ന ലിനക്സ് എന്ന വാക്ക് തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും സ്വന്തം പേരിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇടാനുള്ളൊരു വൈമനസ്യം കൊണ്ട് ഈ പേരാണ് പുള്ളി ആദ്യം സജസ്റ്റ് ചെയ്തത്. അതിനുശേഷം ലിനക്സിൻ്റെ തന്നെ ഒരു സഹപ്രവർത്തകൻ ബലമായി ലിനക്സ് എന്ന വാക്ക് ഉപയോഗിക്കുകയും തുടർന്ന് ഇൻഡസ്ട്രി മൊത്തമായിട്ട് ഈ പേര് ഫോളോ ചെയ്യാനുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്ക് കിട്ടിയിട്ടുണ്ട്, ലിനക്സ് എന്നത്. പിന്നെ ലിനക്സിനെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ നാട്ടിൽ വേറെയുണ്ട്. ലിനക്സ് എന്ന് പറയണമോ ലൈനക്സ് എന്ന് പറയണമോ ഉൾപ്പെടെയുള്ള ചർച്ചകളുണ്ട്. ഇതിന് ലിനസ് ടോർവോൾഡ് എന്ന വ്യക്തി തന്നെ അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് ഓഡിയോ സെഷൻ ഇട്ടിട്ടുണ്ട്. ആ ഓഡിയോ സെഷൻ നിങ്ങൾക്ക് itfundamentals.in എന്ന വെബ്സൈറ്റിൽ തന്നെ ഓഡിയോ ക്ലിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രൊനൗൺസിയേഷനെ കുറിച്ച് സംശയമുള്ളവർക്ക് അത് നോക്കാമല്ലോ.
ലിനക്സിൻ്റെ ഒരു ഔദ്യോഗിക ചിഹ്നമായി അറിയപ്പെടുന്നത് ഈ പെൻഗ്വിനാണ്. ഈ പെൻഗ്വിനൊരു ചെറിയ പേരുണ്ട്, നമ്മളതിനെ വിളിക്കുന്നത് ടക്സ് എന്നാണ്. ടക്സ് എന്ന വാക്കുണ്ടായത് വളരെ ലളിതമായ ഒരു ഷോർട്ട് ഫോമാണ് ടക്സ് എന്നത്. ടോർവോൾഡിൻ്റെ യുണിക്സ് എന്ന് ഓർത്തിരുന്നാൽ മതി, അതാണ് നമ്മൾ വിളിക്കുന്ന ടക്സ് എന്ന വാക്ക്. ലിനക്സ് വിപണിയിലേക്ക് ആദ്യം ഇറങ്ങുമ്പോൾ FTP വെബ്സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു സൗജന്യ കെർണൽ ഫയലായിട്ടാണ് വന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സോഴ്സ് കോഡും പൂർണ്ണമായും സ്വതന്ത്രമായി വരികയും ചെയ്തു. അതായത് സ്വതന്ത്രമായ സോഴ്സ് കോഡും ഒരു പരിധിവരെ സൗജന്യമായ ഒരു ഉൽപ്പന്നവുമായിരുന്നു ലിനക്സ്. പക്ഷേ സ്വതന്ത്രത്തിനൊപ്പം സൗജന്യമടക്കം വരുമ്പോൾ കോർപ്പറേറ്റ് വിപണിക്ക് പലപ്പോഴും താല്പര്യമുണ്ടാവില്ല. കാരണം ഇതാര് സപ്പോർട്ട് ചെയ്യും? ഒരു ഉൽപ്പന്നം എന്ന ലെവലിൽ ഞാൻ എൻ്റെ എൻവയറമെൻറ്റിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ആര് സപ്പോർട്ട് ചെയ്യും അടക്കമുള്ള കൺസേൺസ് ഇൻഡസ്ട്രിക്ക് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കൺസേണുകളിൽ നിന്നാണ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ എന്ന ആശയം ഉണ്ടായത്. ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുടെ ആശയം ഇത്രയേ ഉള്ളൂ: ഞാൻ ഒരു ലിനക്സ് ഉൽപ്പന്നം എൻ്റെ ലേബലിൽ പുറത്തിറക്കുന്നു, അതിൻ്റെ സപ്പോർട്ട് പൂർണ്ണമായും ഞാൻ ഓഫർ ചെയ്യുന്നു. അപ്പോൾ ആസ് എ ഓർഗനൈസേഷൻ ഞാൻ ആ സപ്പോർട്ടിന് വേണ്ടിയും എൻ്റെ ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിനും വേണ്ടിയുള്ള അടിസ്ഥാന ഫീസ് ലിനക്സിൻ്റെ ഇൻസ്റ്റലേഷനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വിതരണത്തിന് ഈടാക്കും. അതിന് പകരമായി തീർച്ചയായിട്ടും അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ സപ്പോർട്ട് ഉത്തരവാദിത്തം എനിക്കാണ് താനും. ഇത്തരത്തിലുള്ളൊരാശയത്തിൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ വിപണിയിൽ വന്നു. പല ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളും വിപണിയിൽ വന്നു. എങ്കിലും പ്രശസ്തമായി നമ്മൾ കേൾക്കുന്ന കുറച്ച് പേരുകളാണുള്ളത് വിപണിയിൽ. തുടക്കത്തിൽ വന്ന ഏറ്റവും പ്രശസ്തമായ പേരുകളിലൊന്ന് റെഡ് ഹാറ്റ് ആണ്. റെഡ് ഹാറ്റ് ലിനക്സ് എന്ന പേരിലാണ് ആദ്യം ഉൽപ്പന്നം ഇറങ്ങിക്കൊണ്ടിരുന്നത്. നമുക്കിപ്പോൾ അത് റെഡ് ഹാറ്റ് എൻ്റർപ്രൈസ് ലിനക്സ് എന്ന പേരിൽ വിപണിയിൽ അവൈലബിൾ ആണ്. ഒറിജിനൽ റെഡ് ഹാറ്റ് ലിനക്സ് എന്ന ഉൽപ്പന്നം 2004 കാലഘട്ടത്തിൽ അവസാനിച്ചു. തുടർന്ന് റെഡ് ഹാറ്റ് എൻ്റർപ്രൈസ് ലിനക്സ് എന്ന പേരിലാണ് ഉൽപ്പന്നം വിപണിയിൽ ഇറങ്ങുന്നത്. റെഡ് ഹാറ്റിൻ്റെ തന്നെ ഉൽപ്പന്നം അതിന് കമ്പാറ്റബിൾ ലെവലിൽ ഫെഡോറ കമ്മ്യൂണിറ്റി എന്ന പേരിൽ വിപണിയിൽ വരുന്നുണ്ട്. ഡെസ്ക്ടോപ്പ് മേഖലയ്ക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയത് ഒരുപക്ഷെ ഫെഡോറ കമ്മ്യൂണിറ്റി ലിനക്സ് ആയിരിക്കാം. റെഡ് ഹാറ്റ് ലിനക്സ് സീരിയസ് എൻവയറമെൻറ്റ് സെർവറുകൾക്ക് വേണ്ടിയാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിരുന്നത്. സ്യൂസ് ലിനക്സ് പോലുള്ള ഉൽപ്പന്നങ്ങൾ പിന്നീട് നോവൽ എന്ന കമ്പനി വിലയ്ക്ക് വാങ്ങുകയും നോവൽ ലിനക്സ് എന്ന പേരിൽ വിപണിയിലേക്ക് വരികയും ചെയ്തു. എഗെയിൻ കസ്റ്റമർ മാർക്കറ്റിൽ ഏറ്റവും പ്രശസ്തമായ ലിനക്സ് കമ്പാറ്റബിൾ ഉൽപ്പന്നങ്ങളിലൊന്ന് ഉബുണ്ടു ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഡെബിയൻ എന്നറിയപ്പെടുന്ന ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ അടിസ്ഥാനമാക്കിയുള്ള ഉബുണ്ടു ഉൽപ്പന്നങ്ങൾ വളരെയധികം ഡെസ്ക്ടോപ്പ് വിപണിയിൽ പ്രസിദ്ധവുമാണ്. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ലെവലിലുള്ള കമ്പനികളെക്കുറിച്ചുള്ള അടിസ്ഥാന ആശയം. പലപ്പോഴും യുണിക്സ് ലിനക്സ് എൻവയറമെൻറ്റുകൾ ടെക്നിക്കലി ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന പലരുമുണ്ട്. അതിൻ്റെ മുഖ്യ കാരണങ്ങളിലൊന്ന് പല കാര്യങ്ങളും കൂടുതലും കമാൻഡ് പ്രോംപ്റ്റുകളിലാണ് എളുപ്പം നടക്കുക എന്നുകൊണ്ടാണ്. ഗ്രാഫിക് ഇൻ്റർഫേസുകൾ തീർച്ചയായിട്ടും ഈ എല്ലാ എൻവയറമെൻറ്റുകൾക്കുണ്ടെങ്കിലും സീരിയസ് ആയ പല കാര്യങ്ങളും നമ്മൾ ഇപ്പോഴും കമാൻഡ് പ്രോംപ്റ്റിൽ നിന്നാണ് ചെയ്യുന്നത്. ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഉൽപ്പന്നങ്ങളും അങ്ങനെ തന്നെയാണ്. നോർമൽ യൂസർ ആക്ടിവിറ്റികൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഗ്രാഫിക്സ് ഉപയോഗിക്കുന്നത്. സീരിയസ് ആയ കാര്യങ്ങൾ മിക്കതും നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിലാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും ലിനക്സ് യുണിക്സ് ഉൽപ്പന്നങ്ങൾക്ക് അത് അല്പം കൂടുതൽ കമാൻഡ് അധിഷ്ഠിതമാണെന്നൊരു പരാതി പലർക്കുമുണ്ട്. ഒരു ഹാർഡ്വെയർ പ്രൊഫഷണലിനെ സംബന്ധിച്ച് രണ്ട് ഉൽപ്പന്നങ്ങൾക്കും അതിൻ്റേതായ പ്രസക്തിയുണ്ട്. ലിനക്സ് എന്ന വാക്ക് മൈക്രോസോഫ്റ്റ് എന്ന വാക്കിൻ്റെ ഒരു വിരുദ്ധ ചേരിയായി വിചാരിക്കേണ്ട കാര്യമില്ല. IT ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ഇംപ്ലിമെൻറ്ററെ സംബന്ധിച്ച് ഇതൊരു ഫാൻ ക്ലബ്ബ് പ്രശ്നമൊന്നുമല്ല. എനിക്ക് ലിനക്സ് ഡിസ്ട്രിബ്യൂഷനോടാണോ കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിനോടാണോ കൂടുതൽ താല്പര്യം, അങ്ങനെയുള്ള തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒരു ഉൽപ്പന്നമെന്ന ലെവലിൽ യുണിക്സ് ലിനക്സ് ഫാമിലി ഓഫ് പ്രൊഡക്റ്റുകളെയും മൈക്രോസോഫ്റ്റ് എൻവയറമെൻറ്റുകളെയും ഒരേപോലെ കാണാൻ നമുക്ക് പറ്റണം. തുടർന്നുള്ള സെഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു പോപ്പുലർ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇൻസ്റ്റലേഷൻ, അതിൻ്റെ കോൺഫിഗറേഷൻ, അടിസ്ഥാന കമാൻഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. താങ്ക് യു.